കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുവെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം റോമാലേഖനത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണല്ലോ ഈ ദിവസങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിൽ ഒടുവിലത്തെ ഭാഗം വരെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 9, 10, 11 അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പൗലോസ് വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, എന്നും ക്രിസ്തീയ സമൂഹത്തിൽ ഒരു പ്രശ്നമായിരുന്നത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധമാണ്. പഴയ നിയമം വേണ്ട എന്ന് പറയുന്ന വലിയൊരു കൂട്ടം ആളുകൾ ഇന്നുണ്ട്. പുതിയ നിയമം പുതിയ നിയമം വേണ്ട, പഴയ നിയമമാണ് പ്രധാനമെന്ന് പറയുന്ന വേറെ ചില ആളുകളുണ്ട്. ഇങ്ങനെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഒരു ഏകീഭാവം, ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്, അത് ഒന്നാണ് എന്നുള്ള അഭേദ്യമായി ചേർന്ന് കിടക്കുന്ന രണ്ട് ഭാഗമാണ് ഈ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നുമുള്ള സത്യം. പല ആളുകളും അത് വേണ്ടതുപോലെ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നാം പലപ്പോഴും നമ്മുടെ ആവശ്യാനുസരണം പഴയ നിയമത്തൊക്കെ എടുത്ത് ആവശ്യമില്ലാതെ കോട്ടി ചെയ്ത് അതിനെ കോട്ടിക്കളയുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെയുള്ള പല തെറ്റായ ധാരണകൾ ഈ രണ്ട് ഭാഗങ്ങൾ സംബന്ധിച്ച് ദൈവമക്കളുടെ നടുവിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇത് സംബന്ധമായി അനേക ചോദ്യങ്ങളും സംശയങ്ങളും പ്രിയപ്പെട്ട പലരും എന്നോട് ചോദിക്കുന്നത് എൻ്റെ മനസ്സിലുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുവാൻ ദീർഘമായ സമയം ചെലവഴിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഈ 9, 10, 11 അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവം സുവിശേഷത്തിൻ്റെ വിത്ത് പാകിയിരുന്നത് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 9-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഭൂതകാലം, 10-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ വർത്തമാനകാലം, 11-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഭാവി കാലം. ഇതാണ് പ്രധാനമായും പറയുന്നത്. ഈ 3 അധ്യായങ്ങളും തുടങ്ങുന്നത് വ്യക്തിപരമായ പരാമർശങ്ങളോടുകൂടെയാണെന്നും ഇതിൽ പൗലോസിന് ഇസ്രായേലിൻ്റെ മാനസാന്തരത്തെ സംബന്ധിച്ചുള്ള ആ ഹൃദയ തുടിപ്പ്, അതിനെക്കുറിച്ചുള്ള വ്യഗ്രത, അതിനെക്കുറിച്ചുള്ള ഒടുങ്ങാത്ത ആഗ്രഹം നിഴലിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട സുവിശേഷം മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞ് ദൈവം തയ്യാറാക്കിയ ഒരു രക്ഷാപദ്ധതി അല്ല. ദൈവവചനം വളരെ വ്യക്തമാക്കുന്നുണ്ട് ഇത് അനാദിയിലെ നിർണയമാണെന്ന്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ ദൈവം അനാദി നിർണയം യേശുക്രിസ്തുവിൽ നിവർത്തിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അനാദി സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഈ അനാദി നിർണയം, അനാദി എന്ന് പറയുമ്പോൾ ആദിക്കും മുമ്പാണ്. ആദിയിലാണ് സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കുന്നത്. അതിനും മുമ്പുള്ള ആ അനാദിയിൽ, അതാണ് 90-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കർത്താവേ, നീ തലമുറ ഞങ്ങൾ സങ്കേതമായിരിക്കുന്നു, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അപ്പോൾ ഭൂമിയോ ഭൂമണ്ഡലമോ സ്വർഗമോ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള ഘട്ടമാണ് അനാദി. ആ അനാദിയിലെ നിർണയമാണ് ദൈവസഭയിൽ വെളിപ്പെട്ടത്. അനാദിയിലെ നിർണയമാണ് യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടത്. അതാണ് തീത്തോസിന് പൗലോസ് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, സകല കാലത്തിന് മുമ്പേ
വാഗ്ദത്തം ചെയ്ത സുവിശേഷം സകല കാലത്തിന് മുമ്പ്, കാലത്തിൻ്റെ തുടക്കത്തിന് മുമ്പ് തന്നെ വാഗ്ദത്തം ചെയ്യപ്പെട്ടത്, നിത്യതയിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടത്, അനാദിയിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടത്. മാത്രമല്ല ഈ റോമാലേഖനം തുടങ്ങുന്നത് തന്നെ ആ അനാദിയിൽ നിർണയിച്ചത് തൻ്റെ പ്രവാചകന്മാരോട് വെളിപ്പെടുത്തി എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് തുടങ്ങുന്നത്. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലൻ. അങ്ങനെയാണ് റോമാലേഖനം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ പ്രവാചകന്മാരിലൂടെ ദൈവം ഇത് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ സുവിശേഷം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വളരെ വ്യക്തമാകുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്? നമുക്കറിയാം, ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്ത് കർമ്മങ്ങളാൽ പാപപരിഹാരം പ്രാപിക്കുവാൻ മനുഷ്യൻ അശക്തനാണെന്നുള്ളത് മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഒരു സാധന പാഠമായിട്ടാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ വസ്തുത പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്ന് ധാരാളമായി ഉദ്ധരിച്ച് പൗലോസ് ഇവിടെ സ്ഥാപിക്കുന്നതാണ് ഈ 9, 10, 11 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. അതിൽ പ്രധാനമായും ഈ 10ാമത്തെ അധ്യായത്തിലാണ് ഏറ്റവും കൂടുതൽ പഴയ നിയമ ഉദ്ധരണികളുള്ളത്. അത് നമ്മൾ ചുരുക്കമായി ചിന്തിച്ച് കഴിഞ്ഞു. ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നമുക്ക് ഈ കാര്യം ഒന്നും കൂടി വ്യക്തമായി ഉറപ്പിക്കപ്പെടുന്നതിന് സഹായമാകും എന്നുള്ളത് കൊണ്ട് ചില വാക്കുകൾ ഈ 10ാം അധ്യായത്തെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് പറയുവാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, പഴയ നിയമത്തിൽ സുവിശേഷം ഉൾക്കൊള്ളുന്നു. പഴയ നിയമ തിരുവെഴുത്തുകളിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ് സുവിശേഷം. മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞ് ദൈവം രണ്ടാമത് പദ്ധതി ഇട്ടതല്ല. ഇറ്റ്സ് നോട്ട് ഗോസ്പൽ ഈസ് നോട്ട് ആൻ ആഫ്റ്റർ തോട്ട്, പിന്നെ വാഗ്ദത്തം ചെയ്തതല്ല. ഇത് അതിനു മുമ്പ് തന്നെ, സകലകാലത്തിന് മുമ്പേ സർവജ്ഞാനിയായ ദൈവം ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്ന് പ്രിയപ്പെട്ട അപ്പോൾ പെട്ടെന്ന് ചോദിക്കും, ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഈ തൊല്ല എന്തിനാ ദൈവം ഉണ്ടാക്കിയത്? മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എന്തിനാ? അല്ല, പിശാചിനെ അങ്ങ് നിഗ്രഹിച്ചാൽ പോരായിരുന്നോ? അവനെ 1000 ആണ്ടേക്ക് പൂട്ടിയിടുമല്ലോ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി. അതുപോലെ ഇവൻ പാപം ചെയ്തപ്പോൾ തന്നെ ഇവനെയും ഇവൻ്റെ കൂട്ടത്തെയും എവിടെയെങ്കിലും അങ്ങ് പൂട്ടിയിട്ടാൽ പോരായിരുന്നോ? പൂട്ടിയിട്ടിരുന്നെങ്കിൽ ഇവൻ വന്ന് മനുഷ്യനെ വഞ്ചിക്കുകയില്ലായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു കാര്യപരിപാടിയാണ്. ദൈവം തൻ്റെ തിരുഹൃദയത്തിൽ താല്പര്യപ്പെട്ടിരിക്കുന്നത് ജീവനേക്കാളേറെ ദൈവത്തെ സ്നേഹിച്ച് ദൈവവുമായുള്ള ഹൃദ്യവും ഊഷ്മളവും സജീവവുമായ സ്നേഹക്കൂട്ടായ്മയിൽ ദൈവത്തോടുകൂടെ കൂട്ടവകാശികൾ എന്ന നിലയിൽ ദൈവിക സ്നേഹ കൂട്ടായ്മയിൽ നിലനിൽക്കുന്ന ഒരു സവിശേഷ സൃഷ്ടി ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ദൈവം ഈ അനാദി നിർണയത്തിൽ ഉദ്ദേശിച്ച വലിയ ലക്ഷ്യം. സ്തോത്രം. അപ്പോൾ ജീവനേക്കാളേറെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സൃഷ്ടി, സവിശേഷ സൃഷ്ടി ഒരുക്കപ്പെടണമെങ്കിൽ ഈ കടന്നുപോയ മനുഷ്യക്കുലം കടന്നു പോകുന്ന ഈ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോകേണ്ടിയിരിക്കുന്ന കാര്യം, മനുഷ്യന് ദൈവം ഇച്ഛാശക്തി കൊടുത്തിട്ടുണ്ട്, സ്വതന്ത്രമായ ചിന്താശേഷി കൊടുത്തിട്ടുണ്ട്, മനുഷ്യന് സ്വന്തമായ താല്പര്യങ്ങൾ അവൻ്റെ ഹൃദയത്തിലുളവാകുവാൻ കഴിയുന്ന നിലയിലാണ് ദൈവം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവന് സ്വാതന്ത്ര്യമുണ്ട്. കാര്യം, സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ തികഞ്ഞ സ്വാതന്ത്ര്യമുണ്ടായിരിക്കണമല്ലോ. സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ സ്നേഹിക്കാൻ കഴിയുകയില്ല. അനുസരിപ്പിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ സ്നേഹിക്കുന്നത് വേറെയാണ്. സ്നേഹം കൊണ്ടുള്ള അനുസരണവും സമർപ്പണവുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വേണ്ടത് അനുസരിക്കുന്ന ഒരു പറ്റം അടിമകളെ അല്ല. ദൈവത്തിന് വേണ്ടത് സ്നേഹത്താൽ തങ്ങളെ തന്നെ ദൈവത്തിനായി പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്ന മണവാട്ടി എന്ന് വിശേഷിപ്പിക്കത്തക്ക ആ ഹൃദയബന്ധമുള്ള ഒരു സവിശേഷ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം. സ്തോത്രം. പ്രിയപ്പെട്ട, അതിനു വേണ്ടിയാണ് ദൈവം അനാദിയിലെ ഈ കാര്യപരിപാടി മുൻനിർണയിക്കുകയും അത് ചിട്ടയായി ക്രമമായി നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകൾ ഇത് സംബന്ധമായി വ്യക്തമായ വെളിപ്പാട് പ്രവാചകന്മാരോട് നൽകി.
ഇസ്രായേലിന് ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൽ അതിൻ്റെ നിഴൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇസ്രായേലിൻ്റെ പരാജയം നമ്മുടെ ബുദ്ധി ഉപദേശത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ 6-ാം വാക്യം, അതിൻ്റെ 11-ാം വാക്യം, ഈ വാക്യങ്ങളിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബുദ്ധി ഉപദേശത്തിന്. അപ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകൾക്ക് അതിൻ്റേതായ മൂല്യമുണ്ട്. പുതിയ നിയമ തിരുവെഴുത്തുകളുടെ അവിഭാജ്യ ഘടകമാണ്. പഴയ നിയമ തിരുവെഴുത്തുകളിൽ പുതിയ നിയമം ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലൂടെയാണ് അത് കൂടുതൽ സ്ഫുടമായി നിറവേറപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ രേഖയാണ് നാം പുതിയ നിയമത്തിൽ കാണുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇത് തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാക്കുവാൻ പൗലോസ് ഈ ഭാഗത്ത് പ്രത്യേകം ഉത്സാഹിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രിയജനമായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്തിനാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തത്? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 10-ാമത്തെ അധ്യായത്തിൽ 8 പ്രധാന വസ്തുതകൾ വ്യക്തമാക്കുവാനാണ് പൗലോസ് ഉത്സാഹിക്കുന്നത്. ഈ 8 പ്രധാന വസ്തുതകൾ വ്യക്തമാക്കുമ്പോൾ അതിന് പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്ന് പൗലോസ് ഉദ്ധരിച്ചിരിക്കാൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ധാരാളം ഉദ്ധരണികൾ അതുകൊണ്ട് 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പൗലോസ് ഈ വലിയ ആഴമായ ശ്രേഷ്ഠമായ ദൈവിക സത്യങ്ങൾ തൻ്റെ അനുവാചകർക്ക്, വായനക്കാർക്ക്, നമുക്കെല്ലാവർക്കും വ്യക്തമായി ബോധ്യപ്പെടുത്തി തരേണ്ടതിനാണ് ഈ പഴയ നിയമത്തിൽ നിന്ന് ഇത്രയധികം ഉദ്ധരിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് 8 പ്രധാന വസ്തുതകളാണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. ആ 8 വസ്തുതകൾ വേഗം ഒന്ന് ലിസ്റ്റ് ചെയ്ത് ഈ 10-ാം അധ്യായത്തെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കിയേച്ച് നമുക്ക് 11-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. 10-ാമത് വിശ്വസിക്കുന്ന ഏതൊരുവിനെയും സ്വീകരിപ്പാൻ സദാ സന്നദ്ധനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് ഈ 10-ാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. അത് വ്യക്തമാക്കുവാനായി ആവർത്തന പുസ്തകം 30-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഈ പുതിയ നിയമത്തിലെ ഈ സത്യം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആവർത്തനം 30:12 മീൻസ് വചനം നിൻ്റെ ഹൃദയത്തിലിരിക്കുന്നു, നീ സ്വർഗത്തിൽ കയറണ്ട, നീ പാതാളത്തിൽ പോകണ്ട, വചനം നിൻ്റെ ഹൃദയത്തിലിരിക്കുന്നു, നിൻ്റെ അടുത്തുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് റെഡിലി അവൈലബിൾ ടു എനിബഡി ഹൂ വുഡ് പുട്ട് ഹിസ് ട്രസ്റ്റ് ഇൻ ജീസസ്. സർവവ്യാപി, സർവശക്തനായ, സർവജ്ഞാനിയായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സദാ വിശ്വസിക്കുന്നവനെ സ്വീകരിക്കുവാൻ സന്നദ്ധനായി, സ്തോത്രം, നമ്മോട് കൂടെയുണ്ട്. അതിന് സ്ഥലവ്യത്യാസമില്ല, സമയവ്യത്യാസമില്ല. അതാണ് അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ പറഞ്ഞിരിക്കുന്നു. വിശ്വാസത്താലുള്ള നീതിയോ ഈ വണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരിടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. കണ്ടോ, ആവർത്തന പുസ്തകം 30-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നിന്ന് ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്, ഉദ്ധരിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. 2-ാമത്തെ വസ്തുത. അപ്പോൾ ഒരു കാര്യം ഇവിടെ നമ്മൾ മറക്കരുത്, നമ്മൾ ദൈവത്തെ തേടി അലയണ്ട. നാം എവിടെ ഇരിക്കുന്നുവോ അവിടെ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നത് മനുഷ്യൻ ഏറ്റവും അധികം ഇന്ന് യാത്ര ചെയ്യുന്നത് വിനോദസഞ്ചാരത്തിനാണെന്ന് നമുക്ക് തോന്നിയേക്കാം, അല്ലെ ബിസിനസ് കാര്യങ്ങൾക്കാണെന്ന് തോന്നിയേക്കാം. എനിക്ക് തോന്നുന്നു ഈ ആഗോള വ്യാപകമായി അതെടുക്കുകയാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പുണ്യ സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങളാണ് ഏറ്റവും അധികം യാത്ര ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വസ്തുത എന്ന് ഞാൻ കരുതുകയാണ്. ഞാനൊരു കണക്കെടുത്ത് അത് വസ്തുനിഷ്ഠമായിട്ടൊക്കെ പറയുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ പ്രിയമുള്ളവർ, മറ്റ് തീർച്ചയായിട്ടും ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ മനുഷ്യൻ ധാരാളം യാത്ര ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറ്റവും മനുഷ്യൻ വളരെ കഷ്ടപ്പെടുന്നു. ദൈവത്തെ തേടി മനുഷ്യൻ അലയുകയാണ്, ദൈവത്തെ തേടി അലയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം, നിങ്ങൾ എവിടെ ഇരിക്കുന്നുവോ അവിടെ നിങ്ങളുടെ ശ്വാസത്തേക്കാൾ സമീപസ്ഥനായി, സ്തോത്രം, സദാ. ദൈവത്തിന് പ്രത്യേക സമയങ്ങളൊന്നുമില്ല, വിശേഷപ്പെട്ട സമയങ്ങളില്ല. സ്തോത്രം, സദാ നിങ്ങളെ, സ്തോത്രം, സ്വീകരിക്കുവാൻ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, അവനെ വിശ്വാസത്തോടെ കൈക്കൊള്ളുമെങ്കിൽ സ്വീകരിക്കാൻ സദാ സന്നദ്ധനായ കർത്താവിനെക്കുറിച്ച്, സ്തോത്രം, ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. 2-ാമത്തെ വസ്തുത, വിശ്വസിക്കുന്ന ഏതൊരുവനും ആത്മരക്ഷ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു.
അതാണ് 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. അതും പഴയ നിയമത്തിൽ ഉദ്ധരിച്ചിരിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 28-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അതെ, വിശ്വസിക്കുന്ന ഏതൊരുവനും ദൈവത്തിന് മുമ്പിൽ ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. ഏതൊരുവൻ വിശ്വാസത്താൽ തന്നെ കർത്താവിനായി സമർപ്പിക്കുമോ, യേശു ക്രിസ്തുവിലൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന തികവുള്ള രക്ഷാപദ്ധതി സ്തോത്രം അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുമോ, അവനെ സ്വീകരിപ്പാൻ, ആത്മരക്ഷയിലേക്ക് നടത്തുവാൻ, അവൻ്റെ പാപം ഔദാര്യമായി പരിഹരിച്ചു കൊടുക്കുവാൻ സദാ സന്നദ്ധനായ ദൈവം. അതാണ് രണ്ടാമത്തെ പ്രധാന വസ്തുത ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 11-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 28-ാമത്തെ 16-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. പിന്നെയും ഒരു സെറ്റ് വാക്യം കൂടി പൗലോസ് അവിടെ ആ കാര്യത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. കാര്യം അത് വളരെ പ്രധാനമാണ്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെ പറയും, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പിന്നെയും ആവർത്തിക്കുക. ആ ഏവനുമെന്ന് പറയുമ്പോഴത്തേന് പ്രിയപ്പെട്ടവരെ, അതിൽ ഒരു വ്യത്യാസവുമില്ല. മനുഷ്യകുലം ഒരു പിതാവിൻ്റെ മക്കളെന്ന പോലെ, സ്തോത്രം, ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന പോലെയാണ്. കാലാവസ്ഥയുടെ വ്യത്യാസവും ജീവിത രീതിയുടെ വ്യത്യാസവും കൊണ്ട് നമ്മുടെ നിറത്തിൽ വ്യത്യാസം വന്നേക്കാം, നമ്മുടെ ശരീര ആകൃതിയിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം. പിന്നെ അങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങൾ അത് പ്രകൃതിയുടെ പ്രത്യേകമായ ആ സാഹചര്യത്തിന് വിധേയപ്പെടുന്നത് കൊണ്ടാണ്. ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആഫ്രിക്കയിലെ സഹോദരങ്ങൾക്ക് നല്ല കറുത്ത നിറമുണ്ടാകും. എന്നാൽ വേണ്ട പോലെ ചൂട് കിട്ടാതിരിക്കുന്ന സ്കാൻഡിനേവിയൻ നേഷൻസ്, യൂറോപ്പിൻ്റെ ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്ക് ആ കറുപ്പ് നിറമില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കറുപ്പ് നിറമാണ് കൂടുതൽ ഹെൽത്തി. ഡാർക്ക് സ്കിൻ ഈസ് ഹെൽത്തി സ്കിൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതൊരുവനും കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, ആ ഏവനും എന്നുള്ളത് എനിക്ക് തോന്നുന്നു ക്യാപിറ്റൽ ലെറ്റേഴ്സ് വലിയ അക്ഷരത്തിൽ എഴുതണം, ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. അത് യോവേലിൻ്റെ പ്രവചനം 2-ാമത്തെ 32-ാമത്തെ വാക്യത്തിലുള്ള ഉദ്ധരണിയാണ്. നോക്കണം, അപ്പോൾ യെശയ്യാവിൽ നിന്നും യോവേലിൽ നിന്നും എല്ലാം ആവർത്തിച്ച് ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇനി 3-ാമത്തെ വസ്തുത സുവിശേഷീകരണത്തിൻ്റെ മഹത്വവും അതിൻ്റെ ആവശ്യകതയുമാണ് 3-ാമത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതും പഴയ നിയമത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സുവിശേഷം വ്യക്തമായി വെളിപ്പെടാതെ ഇരുന്ന പഴയ നിയമകാലത്തിൽ തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായി പ്രവാചകന്മാരിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു, വെളിപ്പെടുത്തിയിരുന്നു. അതാണ് സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെ മഹത്വവും അതിൻ്റെ ആവശ്യകതയും. അതാണ് 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആരും അയക്കാതെ എങ്ങനെ 14-ാമത്തെ വാക്യം മുതൽ ഇപ്പോൾ വിശ്വസിക്കുന്നതിനാണല്ലോ രക്ഷിക്കപ്പെടുന്നത്. വിശ്വസിക്കണേ എന്ത് വേണം? എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവരെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നതിനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അടുത്ത നന്മ സുവിശേഷിക്കുന്നതിൻ്റെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സ്തോത്രം. അത് യെശയ്യാവിൻ്റെ പ്രവചനം 52:7 നമ്മളതും ചിന്തിച്ചതാണ്. മുമ്പോട്ട് പോകുന്നു. ഇനി എൻ്റെ 4-ാമത്തെ പ്രധാന വസ്തുത ഇസ്രായേലിൻ്റെ മത്സരവും ഹൃദയകാഠിന്യവുമാണ്. സ്തോത്രം. ഇസ്രായേലിൻ്റെ മത്സരവും അവിടെ ഹൃദയകാഠിന്യവുമാണ് 4-ാമത് പരാമർശിക്കുന്നത്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 16-ാമത്തെ, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. അത് സത്യമാണ്. എല്ലാവർക്കും രക്ഷ പ്രാപിക്കാനുള്ള വഴി ഒരുക്കപ്പെട്ടിരിക്കും. എല്ലാവരും സുവിശേഷം, ഈവൻ ഇസ്രായേൽ പോലും അനുസരിച്ചിട്ടില്ല. നോക്കണേ, കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. കർത്താവെ ഞങ്ങൾ ഇന്നും സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും വളരെ ദുഃഖം തോന്നാറുണ്ട്. വ്യക്തമായി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി തലയിൽ നിന്ന് പറയുന്ന ചില വസ്തുതകളെന്നല്ല, ഹൃദയത്തിൽ നിന്ന് പറയുന്ന ഹൃദയ ഭാഷയിൽ സ്തോത്രം, ഹൃദ്യമായി വ്യക്തമായി ആത്മാർത്ഥതയോടെ പലപ്പോഴും നിറകണ്ണുകളോടെ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണത്തിലൂടെ സകല ആളുകൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന സൗജന്യമായ പാപപരിഹാര മാർഗത്തെക്കുറിച്ച് സ്തോത്രം വ്യക്തമാക്കി കൊടുത്താൽ മതപരിവർത്തനമെന്ന് പറഞ്ഞ് സ്പർദ്ധയോടെ ഉപദ്രവിക്കാൻ വരുന്ന ആളുകളെ കാണുമ്പോൾ ദുഃഖമാണ് തോന്നുന്നത്. ഞങ്ങളൊരു മതവും പ്രചരിപ്പിക്കുകയല്ല, സത്യവചനത്തെ സ്തോത്രം നിങ്ങൾ അറിയേണ്ട വസ്തുത നിങ്ങളുമായി പങ്കുവയ്ക്കുക മാത്രമാണ്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു?
സ്തോത്രം. അതെ, അത് ഇസ്രായേലും അങ്ങനെ തന്നെയാണ്. അവർ കഠിന ഹൃദയന്മാരാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ മത്സരവും ഹൃദയകാഠിന്യവും 16-ാമത്തെ വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ഇനി 5-ാമത്തെ വസ്തുത സുവിശേഷത്തിൻ്റെ സാർവലൗകികതയാണ്. അത് 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളം പരന്നു, എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. നോക്കണേ, അവരുടെ നാദം 19-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മുടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. 19-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഈ എരിഞ്ഞിറങ്ങുന്ന സൂര്യൻ നമുക്ക് എല്ലാ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. സൂര്യനിൽ നിന്നുള്ള രശ്മി സ്വീകരിച്ചാണ് ഫോട്ടോസിന്തസിസ്, ഹരിത വിശ്ലേഷണം കൊണ്ട് ഈ ചെടികളെല്ലാം, സസ്യലോകം മുഴുവൻ ഇവിടെ നമുക്ക് ആവശ്യമുള്ള പഴങ്ങളും നമുക്ക് ആവശ്യമുള്ള ഭക്ഷണവും എല്ലാം ഒരുക്കിത്തരുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് സൂര്യൻ തന്നെയാണ്. നമുക്ക് ചൂട് ലഭിക്കുന്നത് സൂര്യനാണ്. അപ്പോൾ ഈ അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. സകല ലോകത്തിലും സകല മനുഷ്യവർഗത്തിൻ്റെ മേലും ഒരുപോലെ പ്രകാശിച്ചു നിൽക്കുന്ന ഈ സൂര്യനെ കാണുന്നവൻ, സ്തോത്രം, നീതിസൂര്യനായ കർത്താവിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. ഒന്നാലോചിച്ച് നോക്കിക്കേ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. മറക്കരുത് പ്രിയമുള്ളവരെ, ഈ താൽക്കാലിക ജീവിതത്തിന് ആവശ്യമുള്ള സകല വിഭവങ്ങളും നമുക്ക് വേണ്ടി ഈ പ്രകൃതിയിൽ ധാരാളമായി സുലഭമായി ഒരുക്കി തന്നിരിക്കുന്ന സർവകാരുണികനായ ദൈവം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട നിത്യജീവന് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി, ഇത് വെറും താൽക്കാലികമാണ്. നമ്മുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഈ കൊറോണ കാലത്ത് നമ്മൾ കൂടുതൽ ബോധവാന്മാരാണ്. ഇത് വെറും താൽക്കാലികമാണ്. ഈ താൽക്കാലിക ജീവിതത്തിനുള്ള ആവശ്യങ്ങൾ ഇത്രയും ഭംഗിയായി പരിശുദ്ധ ദൈവം, സ്വർഗീയ പിതാവ് സ്നേഹത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ പ്രധാനവും നിത്യവുമായ മരണാനന്തര ജീവിതത്തിന് ആവശ്യമുള്ള പാപപരിഹാരം ദൈവം നമുക്ക് ഒരുക്കാതെ ഇരിക്കുമോ? ഇല്ല, ഒരുക്കാതിരിക്കില്ല. അവൻ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് ഈ സൂര്യനെ കാണുന്നവർ, ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ കാണുന്നവർ, ഇവരെല്ലാവരും സ്തോത്രം ഓർത്തിരിക്കേണ്ട വലിയൊരു സത്യമാണിത്. മറന്നു പോകരുത്. സ്തോത്രം. നിത്യജീവന് വേണ്ടിയുള്ളത് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. ഈ ഭൂമിയിലെ വിഭവങ്ങളെല്ലാം നമ്മൾ സൗജന്യമായിട്ടാണ് ശ്വസിക്കുന്നത്. ആരും ദൈവത്തോട് പറയുന്നില്ല, ദൈവമെന്നൊരുവനുണ്ടെങ്കിൽ ഞാൻ ശ്വസിക്കുന്ന വായുവിന് ദൈവമേ ഞാനങ്ങ് ബില്ല് തന്നേക്കാം എന്ന് ഇതുവരെ ആരും ഞാൻ പറയുന്നില്ല. ദൈവമേ ഞാൻ അനുഭവിക്കുന്ന സൂര്യൻ്റെ ചൂട് ഞാൻ ബില്ല് തന്നേക്കാം എന്നാരും പറയില്ല. അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തുമില്ല. എന്നാൽ സ്തോത്രം, ആത്മരക്ഷയുടെ കാര്യം വരുമ്പോഴാണ് മനുഷ്യന് മത്സരം. ഞാൻ നേടിക്കോളാം എന്നിട്ട് കിടന്നു കഷ്ടപ്പെടുക, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക. ഇതിൽ മതവ്യത്യാസമില്ല. ക്രിസ്തീയ വിശ്വാസികളാണെങ്കിൽ കുരിശുമല കയറുന്നു, നോമ്പ് നോക്കുന്നു, കൂദാശകൾ കഴിക്കുന്നു, മരണത്തിന് മുമ്പും മരണശേഷവും ഇങ്ങനെ കൂദാശകൾ കഴിച്ച് കർമ്മങ്ങൾ ചെയ്ത് കഷ്ടപ്പെടുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സൗജന്യമായ രക്ഷാമാർഗം. ഒരു ശാരീരിക ശേഷിയും ഒന്നും ഒരു സ്വന്തമായ ഒരു കഴിവുമില്ലാത്ത ഏതൊരു വ്യക്തിയും തീരുമാനശേഷിയുണ്ടോ, തിരിച്ചറിവുള്ള മനസ്സുണ്ടോ? സ്തോത്രം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് സൗജന്യമായി അനുഭവിക്കുവാൻ കഴിയുന്ന ആത്മരക്ഷയുടെ തികവുള്ള മാർഗമാണ് യേശുക്രിസ്തു പ്രായശ്ചിത്ത ബലിമരണത്തിലൂടെ ദൈവം സകല മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗമെന്ന് മറക്കരുത്. അപ്പോൾ തിരിച്ചറിവില്ലാത്തവനോ, ഗ്രഹിക്കാൻ കഴിവുമില്ല, തീരുമാനശേഷിയുമില്ലാത്തവനോ, അങ്ങനെയുള്ള സ്തോത്രം മന്ദബുദ്ധികളോ കഴിവില്ലാത്തവരോ ആയ, തിരിച്ചറിയാൻ പ്രായമാകാത്ത ശിശുക്കൾ, അങ്ങനെയുള്ളവരുടെ കാര്യം ഉറപ്പാണ്. കർത്താവ് അവരുടെ കാര്യം നോക്കിക്കോളും സൗകര്യങ്ങളിൽ. അവരെ നിത്യജീവനിൽ ഉണ്ടായിരിക്കുമെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. അതിലൊരു വ്യത്യാസവുമില്ല. അവർക്ക് വേണ്ടി നമ്മൾ ഒരു കർമ്മവും ചെയ്യേണ്ട. തിരിച്ചറിയാൻ കഴിയുന്നില്ലയോ? നമുക്ക് തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഉത്തരവാദിത്വമുള്ളത്. അല്ലെങ്കിൽ തെറ്റ് കുറ്റമാവുകയില്ലല്ലോ. ആട്ടെ സഹോദരങ്ങളെ, മുൻപോട്ട് പോയിക്കൊള്ളട്ടെ. സുവിശേഷത്തിൻ്റെ സാർവലൗകികത. ഇനി 6-ാമത്തെ പ്രധാന വസ്തുത, ഇതര ജനസമൂഹങ്ങളെ കൊണ്ട് ഇസ്രായേലിന് എരിവ് വരുത്തുന്ന ദൈവത്തെക്കുറിച്ച് പരാമർശിക്കുക. 19-ാമത്തെ വാക്യം. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കും. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെക്കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് 1 മോശ പറയുന്നു. പ്രിയമുള്ളവരെ, പൗലോസ് ഇത് എഴുതുന്ന സമയത്ത് ഇസ്രായേല്യർ
ഏറ്റവും അധികം അവർ സുവിശേഷത്തെ എതിർത്തിരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. പൗലോസിനോടുള്ള ഇവരുടെ വൈരാഗ്യം മുഴുവൻ അവർ ഇതര ജാതികളോട് പൗലോസ് സുവിശേഷം പറയുന്നു എന്നുള്ളതായിരുന്നു. ഭയങ്കരമായിട്ട് എതിർത്തിരുന്നു. ധാരാളമായി ഒത്തിരി പൗലോസിനെ ഉപദ്രവിച്ചിരുന്നു. എവിടൊക്കെ പൗലോസ് എന്ന് പ്രസംഗിച്ചു അവിടെയൊക്കെ യഹൂദന്മാർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കാര്യം അവരുടെ കുത്തകയാണെന്നാണ് അവർ വിചാരിച്ചത്. സത്യദൈവം അവരുടെ കുത്തകയാണെന്നും അവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ കർമ്മങ്ങളിലൂടെ ആദ്യം യഹൂദനായ ശേഷം മാത്രമേ യേശുക്രിസ്തുവിലേക്ക് കടക്കുവാൻ അവകാശമുള്ളതെന്നും ഒക്കെ അവർ പഠിപ്പിക്കുകയും അങ്ങനെ ഇതര ജാതികൾ, ഇതര ജനസമൂഹങ്ങളിൽ നിന്ന് സഹോദരങ്ങൾ, മനുഷ്യകുലത്തിലെ പ്രിയമുള്ളവർ സത്യദൈവത്തെങ്കിലേക്ക് ആകർഷിക്കപ്പെട്ട് കണ്ടപ്പോൾ ഇവർക്കങ്ങ് എരിവായി. അതും മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തിരുന്നു. അതാണ് കണ്ടില്ലേ, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂട് ജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കുമെന്ന് ഒന്നാമത് മോശ തന്നെ പറഞ്ഞിരിക്കുന്നു. യെശയ്യാവ് പറഞ്ഞിരിക്കുന്നതോ അതാണ് ആറാമത്തെ വസ്തുത. ഏഴാമത്തെ വസ്തുത, കൃപാദാനത്തിന് മുൻകൈയെടുക്കുന്നത് ദൈവം തന്നെയാണ്. സ്തോത്രം. കണ്ടില്ലേ 20-ാമത്തെ വാക്യത്തിൽ സ്തോത്രം മോശ പറയും, എന്നെ അന്വേഷിക്കാത്തവരെന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, രക്ഷയിലേക്ക് ആളുകളെ ആകർഷിക്കുവാൻ, രക്ഷാ സന്ദേശം അറിയിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപാദാനം അനുഭവിക്കുവാൻ മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നത് ദൈവമാണ്. ഈ സുവിശേഷീകരണത്തിന് അത് മുൻകൈയെടുക്കുന്നത് ദൈവമാണ്. നമ്മൾ കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 5-ാമത്തേത് കാണുന്നല്ലോ. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ഇതാ ഞാൻ എന്ന് പറയുന്നു. സ്തോത്രം. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നമ്മളത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. 65-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ എന്നെ അന്വേഷിക്കാത്തവരെന്നെ കണ്ടെത്തി, എന്നെ അന്വേഷിക്കാത്തവന് വെളിപ്പെട്ടു, ഇതാ ഞാനെന്ന് പറയുന്നു. അതാണ് 7-ാമത്തെ വസ്തുത. ഇനി 8-ാമത്തെ വസ്തുത, സുവിശേഷത്തോട് മറുതലിക്കുന്ന തൻ്റെ മക്കളെ കണ്ട് ദുഃഖിക്കുന്ന ദൈവഹൃദയമാണ്. ഈ 8 വസ്തുതകൾ അതാണ് 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഇസ്രായേലിനെ കുറിച്ച് അനുസരിക്കാത്തതും മറുത്ത് പറയുന്നതും ആ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈ നീട്ടി. സ്തോത്രം. അപ്പോൾ സുവിശേഷത്തിൻ്റെ ആഹ്വാനം സ്നേഹത്തോടെ പാപപരിഹാരത്തിനായും ദൈവിക കൂട്ടായ്മയ്ക്കായും സ്നേഹത്തോടെ ക്ഷണിക്കുന്ന ദൈവത്തെ അവഗണിച്ച് മത്സരിച്ച് മറുതലിച്ച് ധിക്കരിച്ച് മത്സരത്തോടെ പോകുന്നവനെ കണ്ട് ദൈവഹൃദയം ദുഃഖിക്കുന്നു എന്നുള്ള വസ്തുത. അതാണ് യെശയ്യാവിൻ്റെ പുസ്തകം 65-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലും അത് തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സദൃശവാക്യങ്ങൾ 1-ാമത്തെ 24-ാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നു ദൈവഹൃദയം. സ്തോത്രം. ദൈവഹൃദയത്തിൻ്റെ ആ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, സുവിശേഷം അനുസരിക്കാൻ സ്നേഹത്തോടെ ദൈവം മനുഷ്യനെ തന്നിലേക്ക് വിളിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ, അനുസരിക്കുവാൻ, സ്തോത്രം, സ്വീകരിക്കുവാൻ മനസ്സില്ലാതെ പിന്നെയും മത്സരിച്ചു പോകുന്ന ജനങ്ങളെ കണ്ടിട്ട് ദൈവഹൃദയം ദുഃഖിക്കുകയാണ്. ഈ 8 വസ്തുതകൾ പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്ന് ഉദ്ധരിച്ച് 10-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പഴയ നിയമ തിരുവെഴുത്തുകൾ പൗലോസ് പറയുന്ന ഏത് വസ്തുതയ്ക്കും പഴയ നിയമ തിരുവെഴുത്തിൽ പിൻബലമുണ്ട്. പുതിയ നിയമ സത്യങ്ങൾ പഴയ നിയമ തിരുവെഴുത്തിൽ ഉൾക്കൊള്ളുന്നവയാണ്. അതുകൊണ്ട് ഈ 2 ഭാഗങ്ങൾ, പഴയ നിയമവും പുതിയ നിയമവും, അവിഭാജ്യങ്ങളായ, വിഭജിക്കാൻ മേലാത്ത, വേർതിരിക്കാൻ കഴിയാത്ത ഘടകങ്ങളാണ്. പലപ്പോഴും പുതിയ നിയമം മാത്രം അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. അത് ഒന്നും കൂടി സുവിശേഷം ആളുകൾ ഗ്രഹിക്കുവാൻ സൗകര്യമാകേണ്ടതിനും, ഇത് വലിയൊരു പുസ്തകമാണെന്നുള്ളത് കൊണ്ടും പഴയ നിയമം ആദ്യം വായിക്കുമ്പോൾ ചിലപ്പോൾ വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ കഴിയാതെ പോകുന്നുള്ളത് കൊണ്ടുമാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനതിനോട് എതിര് പറയുകയല്ല. തീർച്ചയായിട്ടും ആദ്യം പുതിയ നിയമം വായിക്കണം. എന്നാൽ അതിൻ്റെ വസ്തുതകളുടെ ആധികാരികതയും അതിൻ്റെ അടിസ്ഥാനവും അതിൻ്റെ വിശ്വസനീയതയും അതിൻ്റെ സാർവലൗകികതയും ഒന്ന് ബോധ്യപ്പെടേണ്ടതിന് പഴയ നിയമത്തിലുള്ള പിൻബലം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി 10-ാം അധ്യായത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഉൾക്കാഴ്ച, ഈ 8 വസ്തുതകൾ പഴയ നിയമത്തിലുള്ള പിൻബലത്തോടെ പൗലോസ് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ ഒടുവിൽ പറഞ്ഞ വസ്തുത, സ്തോത്രം, കർത്താവ് തന്നിലേക്ക് വിളിക്കുമ്പോൾ മത്സരിച്ചും മറുതലിച്ചിരിക്കുന്നവരെ കണ്ട് ദുഃഖിക്കുന്ന ദൈവഹൃദയം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, എത്ര പ്രാവശ്യം സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ തന്നിലേക്ക് തന്നെ വിളിച്ചപ്പോഴും മത്സരിച്ചുകൊണ്ട് പോകുന്നവരാണെങ്കിൽ, സ്തോത്രം, നമുക്കൊന്ന് അടുത്തില്ല, പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ പിതാവേ, കർത്താവേ, തിരുമേനിയെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് എനിക്ക് ലഭിച്ചിട്ടും ഞാൻ മറുതലിച്ചു പോയതിനോട് പൊറുക്കണമേ.
അങ്ങയുടെ തിരുഹൃദയത്തിൽ എന്നെക്കുറിച്ച് പ്രസാദമുണ്ടാകുവാൻ തക്കവണ്ണം, ദുഃഖമല്ല കർത്താവേ, പ്രസാദമുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ എന്നെത്തന്നെ അങ്ങേക്കായി സമർപ്പിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗപിതാവേ, സൗജന്യമായ ഈ രക്ഷാമാർഗത്തെ ഓർത്തും ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തെ ഓർത്തും സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളോടുള്ള കൂട്ടായ്മയ്ക്കായി താല്പര്യമുള്ള തിരുഹൃദയത്തിൻ്റെ ആ സ്നേഹത്തെ ഓർത്തും ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ഇതിലേക്ക് എല്ലാ സഹോദരങ്ങളെയും തിരുമേനിയെ ആകർഷിച്ചടുപ്പിക്കുകയും കേൾവിക്കാരായ എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിക്കുകയും തിരുനാമം ഞങ്ങളിൽ മഹത്വം കൊടുക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.